തിരുവിതാംകൂറുകാരുടെ സ്വന്തം പടയണി വിശേഷങ്ങളിലേക്കാണ് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇന്ന് സ്വാഗതം ചെയ്യുന്നത്. പലർക്കും തീരെ താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ്. എങ്കിൽ കൂടി നിങ്ങൾ എനിക്കായിട്ട് ഇത്തിരി സമയം തരികയാണെങ്കിൽ അത് ഒട്ടും നഷ്ടമാവില്ല എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. കമുകിൻ പാള കലാഭംഗിയോടെ നിശ്ചിത അളവിൽ മുറിച്ചെടുത്താണ് നമ്മൾ ഈ പടയണി കോലങ്ങൾ ഉണ്ടാക്കുന്നത്. കോലങ്ങൾ പലവിധമുണ്ട്. അതിൽ ഭൈരവി കോലമാണ് ഏറ്റവും പ്രധാനം. പാളകളുടെ എണ്ണം അനുസരിച്ച് കോലത്തിൻ്റെ വലിപ്പം കൂടും. ഇത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് 101 പാളകൾ ചേരുമ്പോഴാണ്. 5 മുഖങ്ങളോടുകൂടി ആന, സിംഹം, വ്യാളി ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഭൈരവി കോലം വരുന്നത്. ഇതിലുപയോഗിക്കുന്ന നിറങ്ങളും പ്രകൃതിദത്തമാണ്. 5 നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് പഞ്ചഭൂതങ്ങളെയാണ് കാണിക്കുന്നത്. ചുമപ്പ് നിറം ചെങ്കൽ അരച്ചെടുക്കുന്നു, ഭൂമിയെ സൂചിപ്പിക്കുന്നു. വെള്ള നിറം വായുവിനെ സൂചിപ്പിക്കുന്നു, പാളയുടെ വെള്ള നിറം. അതുപോലെ തന്നെ ഇവിടെ കറുപ്പ്, നീലയല്ല കറുപ്പ്, ആകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാവിൻ്റെ ഇല വാട്ടി കരിച്ചെടുക്കുന്നു. മഞ്ഞളല്ല, മഞ്ഞളിനെ വകഭേദത്തിൽപ്പെട്ട ഒരു കിഴങ്ങ് അരച്ചെടുക്കുന്നു. അതുപോലെ തന്നെ പച്ച വെള്ളത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ പാളയുടെ തൊലി കളയാതെ എടുക്കുന്ന ഭാഗമാണ് അതിൽ പച്ച നിറമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലും ചില ചടങ്ങുകളൂടെ ഉണ്ട്. അതിൽ ആദ്യത്തെ ചടങ്ങാണ് കാച്ചിക്കൊട്ട്. പടയണി നടത്തുന്നു എന്നറിയിക്കുന്നതാണ് ഈ ഒരു കൊട്ട്. അടുത്തതെന്ന് പറയുന്നത് കാപ്പൊലി. വെള്ള തോർത്ത് ഇങ്ങനെ ആകാശത്തോട്ട് നീട്ടി എറിയുകയാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ശ്രീകോവിലിൽ നിന്നും നമ്മൾ ചൂട്ടിലാണ് ദേവിയെ ആവാഹിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് എന്നിട്ട് ചൂട്ടിലാണ് ഇത് ഒരു നിശ്ചിത സ്ഥാനത്തെ ആഴി രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് ചടങ്ങ് തീരുന്നിടം വരെ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആദ്യമായി കെട്ടിയാടാൻ വരുന്നത് ഗണപതി കോലമാണ്. ഇതിങ്ങനെ കെട്ടിയാടി തുടങ്ങുമ്പോഴത്തേക്ക് കാഴ്ചക്കാരിൽ ആൾക്കാർ പോലും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ തുള്ളാൻ തുടങ്ങുകയാണ്. ഒരു ചെറിയൊരു കുട്ടിയായി ഇറങ്ങി വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇരുന്ന ആ ഒരു സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് 2 വലിയ ലൈറ്റുകളുണ്ടായിരുന്നു. അതപ്പം നമ്മുടെ ക്യാമറയെ വല്ലാതെ ബാധിച്ചു കേട്ടോ. അടുത്തതാണ് ഭൈരവി കോലത്തിൻ്റെ വരവാണ് അടുത്തത്. പാർവതി ദേവിയുടെ കേശാലങ്കാരത്തെയാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. യുദ്ധത്തിൽ ആളുകളെ കൂട്ടുന്ന പടശ്രേണി എന്ന വാക്കിൽ നിന്നാണ് പടയണി വന്നത് എന്നുപോലും പറയപ്പെടുന്നുണ്ട്. ആദി ദ്രാവിഡ ഗോത്രവർഗത്തിന്റെ ആചാരങ്ങളിൽ ഒന്നാണ് പടയണി എന്നും പറയുന്നുണ്ട്. പിന്നെ മധ്യ തിരുവിതാംകൂറിൽ പ്രബലമായിരുന്നല്ലോ ബുദ്ധമതം. ആ ബുദ്ധമതത്തിന്റെ സംരക്ഷണയിൽ ഈ ദ്രാവിഡ രൂപത്തിൽ നിന്നും പടയണി നമ്മൾ ഇപ്പം കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് വന്നു, നവീകരിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല കഥകളുണ്ട്. അതുപോലെ തന്നെ ദാരികന്റെ നിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യ കഥ എന്ന് പറയപ്പെടുന്നത്. ഇത് 2 പക്ഷിക്കോലങ്ങളാണ്. ചെറിയ 2 കുട്ടികളായിരുന്നു കേട്ടോ. ഈ കാണുന്നത് പടയണി കോലക്കളങ്ങളിലെ രാജാവായ കാലൻ കോലത്തിന്റെ രംഗപ്രവേശനമാണ്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഒന്നാമത് അമ്പലനടയിലെ ഇത് സാധാരണയായിട്ട് പടയണി കോലങ്ങൾ നടത്തുന്നത് കാവുകളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളുമാണ്. നമ്മുടെ മഹാദേവന്റെ ക്ഷേത്രനടയിൽ ഒരു വഴിപാടായിട്ട് ആരുടെയോ നേർച്ചയായിരുന്നു. അപ്പോൾ തന്നെ നാച്ചുറൽ ലൈറ്റ്, അതായത് ആ ചൂട്ടുകെട്ട് നമ്മൾ ആദ്യം കാണിച്ചില്ല, അത് മാത്രമേ ഇങ്ങനെ പാടുള്ളൂ. ഇവിടെ 2 വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രാമത്തിലെ എല്ലാം, ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രാമമാണ്, ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ അവതരിപ്പിച്ചതെന്ന് പറയുന്നത് മാർക്കണ്ഡേയന്റെ കഥയാണ്. 16-ാം വയസ്സിൽ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ കാലൻ വരികയും മഹാദേവൻ മരണത്തിൽ നിന്ന് രക്ഷിച്ച് ചിരഞ്ജീവിയാക്കുകയും കാലനെ വധിക്കുകയും പിന്നീട് കാലനെ പുനർജനിപ്പിക്കുകയും ചെയ്യുന്ന കഥയുണ്ടല്ലോ, അതാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ പടയണി ഓരോ കോലങ്ങൾക്കും ഓരോ പാട്ടുകളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോന്നിൻ്റെയും താളം വേറെ വേറെയാണ്. ഒന്നും അങ്ങനെ എഴുതപ്പെട്ട് അങ്ങനെയല്ല, വാമൊഴിയായിട്ടാണ്. ഇപ്പം കഥകളിയുടെയൊക്കെ പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പം മനസ്സിലാവാൻ
മനസ്സിലാവാൻ പാടാണ്. ഇതങ്ങനെയല്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന മനോഹരമായിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കും ഒന്ന് കേട്ട് നോക്കണേ. രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂട്ടുകൾ എരിഞ്ഞ് തീരുന്നതനുസരിച്ച് ചൂട്ട് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദേവിയെ ആവാഹിച്ച് ഇരുത്തിയിരിക്കുകയല്ലേ. അപ്പോൾ ഈ കോലം തുള്ളൽ തീരുന്നിടം വരെ ആ ആഴി അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. പടയണിയുടെ ഐതിഹ്യം ദാരികനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ. ഒരിക്കലും പടയണിയുടെ ഐതിഹ്യം ദാരികന് മേൽ കാളി നേടിയ വിജയമല്ല, മറിച്ച് കാളിയുടെ അനിയന്ത്രിതവും സംഹാര ശക്തിയുമുള്ള ശക്തിക്ക് മേൽ മഹാദേവൻ നേടിയെടുത്ത വിജയത്തിൻ്റെ ഒരു ആഘോഷമാണ് പടയണി. അതാണ് അതിൻ്റെ പിന്നിലെ ഐതിഹ്യം. ഇത് കഥ ഇങ്ങനെയാണ് പറയുന്നത്. ദാരികനെ വധിച്ച ശേഷം അതീവ കോപാകുലയായിട്ടാണ് ഭദ്രകാളി തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു കോപം സാക്ഷാൽ മഹാദേവനെ കൊണ്ട് ശമിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മഹാദേവൻ സുബ്രഹ്മണ്യനോടും ഭൂതഗണങ്ങളോടും പറയുകയാണ്, എങ്ങനെയെങ്കിലും ദേവിയുടെ കോപം നിയന്ത്രിച്ചേ പറ്റൂ. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് പച്ചപ്പാളയിൽ ദേവിയുടെ രോഷാകുലയായ രൂപം പാളയിൽ വരച്ച് ദേവിയുടെ വരുന്ന മാർഗത്തിൽ എന്ന് വെച്ചാൽ ദേവി വരുന്ന വഴിയിൽ നിന്ന് ഇത് കെട്ടിയാടുകയാണ് മഹാദേവൻ്റെ ഭൂതഗണങ്ങൾ. ഇത് കണ്ട് ദേവി ചിരിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു കോപം ശമിക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ ഒരു പ്രതീതിയായിട്ടാണ് പടയണി ആഘോഷിക്കുന്നത്. കേട്ട വരികൾ ശ്രദ്ധിച്ചോ? നെടുങ്കയറുമായി സിംഹാസനത്തിൽ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പാട്ടുകളുടെ വരികൾ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ആണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സിംഹാസനം എന്ന് കാണിക്കുന്ന എനിക്ക് തോന്നിയത് ഉരലായിട്ടാണ്. നിങ്ങൾ അറിയാവുന്നവർ പറയണം, ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കല്ലിൻ്റെ ഉരലായിട്ടാണ് തോന്നിയത്. അതുപോലെ ഇത് മഹാദേവനും കാലനുമായിട്ടുള്ള മൽപ്പിടുത്തമാണ് നടക്കുന്നത് ഇവിടെ. ഇത് ആ ക്ഷേത്രത്തിന് ചുറ്റും കിടന്ന് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ അതിന് മുന്നിലായിട്ട് ചൂട്ടുകട്ട ഇങ്ങനെ കത്തിച്ച് കാണിച്ചാൽ പോകുന്ന ജനങ്ങളുടെ ഇടയിൽ കൂടെ ഇതിങ്ങനെ പോകുന്നു. നമ്മളെങ്ങ് ഭീതിപ്പെടുത്തും കേട്ടോ. കുട്ടികളുടെ നിലവിളിയായിരുന്നു ഒന്ന് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്നു കേട്ടോ. ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇത് നമുക്ക് വാക്കുകളിലും വീഡിയോയിലും ഒന്നും കാണിച്ചു തരുന്നതിനപ്പുറമാണ് ഇത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല ആചാരങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ കലകളുണ്ടല്ലോ എന്ന് അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിലും നിറഞ്ഞാടിയ കാലൻ കോലം ഇവിടെ തീരുകയായി. അതിനുശേഷം വേറെയും കോലങ്ങൾ വന്നു പോവുകയുണ്ടെങ്കിലും ആ കാലൻ കോലമാണ് മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. മധ്യ തിരുവിതാംകൂർന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളാണ് വരുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള അതിമനോഹരമായിട്ടൊരു ഗ്രാമമാണ് കടമ്പനിട്ട. അവിടെ നമുക്ക് ചെന്നാൽ പടയണി ഗ്രാമം കാണാൻ കിട്ടും. അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നോക്കുന്നതും എല്ലാം കേന്ദ്ര ടൂറിസം വകുപ്പാണ്. അതുപോലെ അവിടുത്തെ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളുടെ സിരകളിൽ പോലും പടയണി പാട്ടുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. കവിതകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. കടമ്പനിട്ട കവിതകളിൽ നമുക്ക് ഈ പടയണിയുടെ സ്വാധീനം ശരിക്കും ആസ്വദിക്കാൻ പറ്റും. കടമ്പനിട്ട കവിതകൾ കേട്ടിട്ടുള്ള ആളാണെങ്കിൽ അപ്പോൾ പടയണി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.